ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പീച്ചർ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഭഗവാൻ കൃഷ്ണൻ്റെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ആ ഒരു സന്ദേശം എന്താണ് എന്ന് നോക്കാനാണ്. അപ്പം റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾ എങ്ങനെയെങ്കിലും പവർഫുൾ ആവണം, നിങ്ങളുടെ അടുത്ത് ശക്തികൾ ഉണ്ടാവണം, അതിനെക്കുറിച്ചാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ ആ ഒരു പാഷനേറ്റീവ് ആയിട്ടുള്ള എനർജിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് സ്വന്തമാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു പാഷനേറ്റീവ് ആവണം നിങ്ങൾ. അതിനെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ഇവിടെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് തരുവാൻ വേണ്ടി സമയം റെഡിയായിട്ടിരിക്കുകയാണ്. രണ്ട് സൈഡിൽ നിന്നും ശ്രമങ്ങൾ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ എന്തോ ഒരു കാര്യം സ്വന്തമാക്കാൻ വേണ്ടി പാഷനേറ്റീവായിട്ടാണ് ഉള്ളത്. അതിന് കൂടെ സപ്പോർട്ടായിട്ട് ഈ ഒരു പ്രകൃതി തന്നെ നിങ്ങളുടെ കൂടെയുണ്ട്. കാരണം ഇവിടെ ഫുള്ള് ഗ്രീനറിയുടെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ പ്രകൃതിയുടെ നടുവിൽ ഇരിക്കുന്നതായിട്ട് നിങ്ങളുടെ ചുറ്റും ഗ്രീനറി, അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു ടൈമിൽ പ്രകൃതിയുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നവരായിരിക്കാം. ഇവിടെ നേച്ചർ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ മുന്നോട്ട് പോകും, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നേച്ചറിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നല്ല സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആ ഒരു പ്രകൃതിയുടെ സപ്പോർട്ട് കൊണ്ട് നിങ്ങളുടെ കോൺഫിഡൻസിൽ, നിങ്ങളുടെ ആ ഒരു വാണിയിലൊക്കെ അതിൻ്റെ പ്രഭാവം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഏതെങ്കിലും രൂപത്തിൽ കൃഷ്ണ ഭഗവാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകുക, ഒരിക്കലും സ്റ്റക്കായിട്ടിരിക്കരുത് എന്നാണ് കൃഷ്ണ ഭഗവാൻ നിങ്ങളോട് പറയുന്നത്. കുറച്ച് വാശിയോടുകൂടി മുന്നോട്ട് പോകാനാണ് ഈശ്വരൻ നിങ്ങളോട് പറയുന്നത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്രയും പെട്ടെന്ന് എത്താൻ സാധിക്കുകയുള്ളൂ. അയഞ്ഞ മട്ടിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ കുറച്ച് സമയമെടുക്കും. വാശിയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ പെട്ടെന്ന് ലക്ഷ്യത്തിലെത്താൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ച എന്തെങ്കിലും ഒരു കാര്യം ലഭിക്കുന്നില്ല എത്ര പ്രാർത്ഥിച്ചിട്ടും എങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക, അതിൽ നിങ്ങളുടെ എന്തോ നല്ലത് വേണ്ടിയാണ് അങ്ങനെ നിങ്ങൾക്ക് ദൈവം അത് തരാതിരിക്കുന്നതെന്ന് വിചാരിക്കുക. കാരണം പല കാര്യങ്ങളും ദൈവത്തിനറിയാം നിങ്ങൾക്ക് എന്ത് തരണം എന്ത് തരണ്ട എന്ന്. അപ്പോൾ ദൈവം നിങ്ങൾക്ക് നല്ലത് ആകുന്ന രീതിയിലുള്ള കാര്യങ്ങളെ തരത്തുള്ളൂ. നിങ്ങൾക്ക് മോശം വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ദൈവം തരത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ചില കാര്യങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ടും ദൈവം നിങ്ങൾക്ക് തരാതിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ നന്മയെ കരുതിയാണ് ദൈവം നിങ്ങൾക്ക് തരാതിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുക. എന്തെങ്കിലും ഒരു കാര്യം അതിനുള്ളിൽ ഉണ്ട്, അതുകൊണ്ടാണ് ദൈവം എത്ര പ്രാർത്ഥിച്ചിട്ടും നിങ്ങൾക്കത് തരാതിരിക്കുന്നതെന്ന് വിശ്വസിക്കുക. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനും എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാകും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു സംഘർഷങ്ങൾ, നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനം, ഇതെല്ലാം ദൈവം കാണുന്നുണ്ട്. ചില സമയങ്ങളിൽ നമുക്ക് നമ്മുടെ ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒത്തിരി കഠിനാധ്വാനങ്ങൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇവിടെ ഭഗവാൻ കൃഷ്ണൻ നിങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിലെത്താൻ വേണ്ടി അദ്ദേഹം നിങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഭഗവാൻ കൃഷ്ണൻ്റെ ആ ഒരു കൃപ കൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു വാണിയുടെ ആ ഒരു പ്രഭാവം നിങ്ങളുടെ ആ ഒരു സുരക്ഷാ വലയം പോലെ നിൽക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മുന്നേ നിങ്ങളുടെ വാണിജ്യ പ്രഭാവം ഇങ്ങനെയായിരുന്നു. അതായത് നിങ്ങൾ എത്ര തന്നെ നിങ്ങൾക്ക് വേണ്ടി നല്ലത് പറഞ്ഞാലും നടക്കത്തില്ല. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴെങ്കിലും ദേഷ്യത്തിൽ മോശം പറഞ്ഞാൽ പെട്ടെന്ന് അത് നടക്കുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് അങ്ങനെ ഉണ്ടാവത്തില്ല. നിങ്ങളുടെ ആ ഒരു വാണിയുടെ പ്രഭാവം നിങ്ങൾക്ക് സുരക്ഷ മാത്രമേ തരികയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനകൾ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി നല്ലത് മാത്രം നിങ്ങൾ പറയുക. ചില ആൾക്കാർ ഇപ്പോൾ സ്വയം നല്ലത് പറയുന്നില്ല അവർക്ക് വേണ്ടി. കാരണം എത്ര നല്ലത് പറഞ്ഞിട്ടും നടക്കുന്നില്ല, പിന്നെ എന്തിന് ഞാൻ വെറുതെ എനിക്ക് വേണ്ടി നല്ലത് പറയണം എന്നായിരിക്കും അവർ ചിന്തിക്കുന്നത്. അവർ തന്നെ മറ്റൊരാൾക്ക് വേണ്ടി എന്തെങ്കിലും നല്ലത് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഫലിക്കുന്നു, സ്വന്തം ജീവിതത്തിൽ അത് ഫലിക്കുന്നില്ല എന്നുള്ള ആ ഒരു പ്രശ്നം കൊണ്ടായിരിക്കും ഇപ്പോൾ അവർ അവർക്ക് വേണ്ടി നല്ലതൊന്നും പറയുന്നില്ല. അപ്പോൾ ഈശ്വരൻ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി ഇനി നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾക്ക് വേണ്ടി നല്ലത് പറയണം എന്നാണ്. ഇനി നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉറപ്പായിട്ടും ഫലിക്കുക തന്നെ ചെയ്യുന്നതാണ്. കാരണം നിങ്ങളുടെ ഈ ഒരു ഊർജത്തിൻ്റെ കാര്യം കുറേ ആൾക്കാർക്കറിയാം. നിങ്ങൾക്ക് ഇത്രയും നല്ല പോസിറ്റീവായിട്ടുള്ള ഊർജ്ജമുണ്ടെന്ന് പല ആൾക്കാർക്കും അറിയാം.
അതുകൊണ്ട് തന്നെ ആരെങ്കിലും നിങ്ങളോട് അന്യായം പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോടൊന്നും അപ്പോൾ പറയത്തില്ല. പക്ഷെ നിങ്ങളുടെ ആത്മാവ് കരയുന്നത് ഈശോൻ അറിയും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ന്യായം ലഭിക്കുകയും ചെയ്യും. അതുപോലെയാണ് നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക്, പല ആൾക്കാർക്കും നല്ലത് ആയി ഭവിക്കുന്നുണ്ട്. നിങ്ങൾ മറ്റുള്ളവർക്ക് എന്ത് പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ടോ അത് നല്ലതായിട്ട് ഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം അർത്ഥം എന്താണ്? നിങ്ങളുടെ ഊർജം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നല്ലത് പറയുക. എല്ലാവരുടെ കൂടെ ഇത് സംഭവിക്കണമെന്നില്ല. ചില ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനെയുള്ള ഒരു കഴിവുള്ളൂ. അതായത് ഭഗവാന്റെ ആ ഒരു ബ്ലെസ്സിങ്ങോട് കൂടി അവർക്ക് ഉള്ളത് കൊണ്ടാണ് അവർ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഫലിക്കുന്നത്. അപ്പോൾ ചില ആൾക്കാർക്ക് ഇങ്ങനൊരു കഴിവ് കൊടുത്താൽ ദൈവത്തെ തന്നെ അറിയാം അവർ ദുരുപയോഗം ചെയ്യുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ഇങ്ങനെയുള്ള കഴിവുകൾ ദൈവം കൊടുക്കാറില്ല. പിന്നെയുള്ള നിങ്ങൾക്കുള്ള വരദാനമാണ് നിങ്ങൾക്ക് പഠിക്കാനും അറിയാം, പഠിപ്പിക്കാനും അറിയാം. അത് നിങ്ങൾക്കുള്ള വേറൊരു ക്വാളിറ്റിയാണ്. അത് ഗുരുകൃപ നിങ്ങളുടെ മേലുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനൊരു ക്വാളിറ്റി ദൈവം തന്നത്. പിന്നെ നിങ്ങളോട് ആരെങ്കിലും തെറ്റ് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്കൊരു ക്ഷമാഭാവമുണ്ട്. അതായത് അവർ ചെയ്യും പോലെ ഞാനും ചെയ്താൽ അവരും ഞാനും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു ക്ഷമാഭാവമുണ്ട്. നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമ്മളെപ്പോഴും മറ്റൊരാളോട് ക്ഷമിക്കുന്നത് നമുക്കുടെ ഉള്ളിലുള്ള ആ ഒരു മനുഷ്യത്വത്തിൻ്റെ പേരിലാണ്. ഇത്രയും നല്ല ഒരു ക്ഷമാ ക്വാളിറ്റി നിങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ദൈവത്തിൻ്റെ ആ ഒരു കൃപ നിങ്ങളുടെ മേൽ എപ്പോഴും ഉള്ളത്. മറ്റുള്ളവരാകട്ടെ ചെറിയ കാര്യത്തിന് പോലും വാശിയും വൈരാഗ്യവും വച്ച് പെരുമാറുന്നു. പക്ഷെ നിങ്ങൾ എത്ര മോശം നിങ്ങളോട് ചെയ്താലും നിങ്ങൾ അവരോട് ക്ഷമിക്കുന്നു. ഇവിടെ നിയറിൽ നിങ്ങൾക്ക് എന്തോ ഒരു ഗുഡ് ന്യൂസ് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ നല്ല കർമ്മത്തിൻ്റെ ആ ഒരു ഫലമായിട്ടാണ് ആ ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും സ്ട്രെസ്സ് കാരണം അതിനെ വേണ്ടാന്ന് വയ്ക്കരുത്. നിങ്ങൾ ഏത് രീതിയിലാണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും നിങ്ങളെ തേടി വരുന്നത്. ഇവിടെ മുന്നേ തന്നെ ദൈവം ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നിങ്ങളെ റെഡിയാക്കിയിട്ടുണ്ടാകും. ആ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഇപ്പോൾ നിങ്ങളെ തേടി വരുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും അതിനെ വേണ്ടാന്ന് വയ്ക്കരുത്. ആ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നിങ്ങൾക്ക് സക്സസ് ഉറപ്പായിട്ടും ഉണ്ടാകുന്നതാണ്. ഇപ്പോഴത്തെ ആ ഒരു സമയമെന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റാൻ പറ്റുന്ന ഒരു സമയമാണ്. ഇത് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഗിഫ്റ്റ് എന്താണോ അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കാരണം നമുക്കറിയാൻ പറ്റത്തില്ല നമുക്ക് കിട്ടുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നിന്ന് നമുക്ക് എന്ത് വലിയ ലാഭമാണ് ലഭിക്കാൻ പോകുന്നത് നമുക്കറിയത്തില്ല. അതുകൊണ്ടാണ് എന്ത് കാര്യം നമുക്ക് ലഭിക്കുകയാണെങ്കിലും അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ഈ ഒരു ഗിഫ്റ്റിൽ എനിക്ക് ചെറിയ ഒരു സന്തോഷം മാത്രമേ ലഭിക്കത്തുള്ളൂ എന്ന്. പക്ഷെ നിങ്ങൾ കുറച്ചൊരു ടൈം ആ ഒരു ഗിഫ്റ്റിന് വേണ്ടി കൊടുക്കുക, ആ കിട്ടുന്ന അവസരത്തിന് വേണ്ടി കൊടുക്കുക. ഉറപ്പായിട്ടും പിന്നെ പോകെ പോകെ നിങ്ങൾക്ക് വലിയൊരു സന്തോഷം അതിലൂടെ ലഭിക്കുന്നതാണ്. ഇവിടെ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നു, ആ വ്യക്തിയിലൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോബിൻ്റെ ഓഫർ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അതിനെ ഒരിക്കലും നിങ്ങൾ വേണ്ടാന്ന് വയ്ക്കരുത്. കാരണം ദൈവം ഏതൊക്കെ രൂപത്തിൽ നമ്മളെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ അടുത്തേക്ക് ആൾക്കാരെ വിടുമെന്ന് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. ഇവിടെ ഈ ഒരു ജോബ് ഓഫർ കൊണ്ട് ചിലപ്പോൾ ഇങ്ങനെയുള്ളൊരു വ്യക്തിക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഒരു വ്യക്തിയിലൂടെ നിങ്ങൾക്ക് നല്ല ഒരു ജോബിൽ നല്ലൊരു സപ്പോർട്ട് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് ഇത് ചെറിയ രീതിയിലുള്ളൊരു ബിസിനസ്സാണ് എന്ന്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു ബിസിനസ്സിലൂടെ വലിയൊരു ലാഭം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത് എന്ത് കാര്യമാണെങ്കിലും അത് ചെറുതായി പോയി അത് വില കുറച്ച് കാണരുത് ഒരിക്കലും. എപ്പോഴും നമ്മൾ സീറോയിൽ നിന്നല്ലേ തുടങ്ങുന്നത്. അതേപോലെ വിചാരിക്കുക സീറോയിൽ നിന്ന് തുടങ്ങുക നിങ്ങൾ. ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു തുടക്കത്തിലും നിങ്ങൾക്ക് ചിലപ്പോൾ പരീക്ഷണങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരാം. എന്ത് പരീക്ഷണമായാലും അതിനെ ധൈര്യമായിട്ട് നേരിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ഇവിടെ ആ പരീക്ഷണം തരുന്നത് എന്തിനെന്ന് വച്ചാൽ നിങ്ങൾക്ക് അഹങ്കാരവും ആർത്തിയും അത്യാർത്തിയും ഇതൊക്കെ വരുമോ എന്ന് നോക്കാനാണ് ദൈവം പരീക്ഷണങ്ങൾ തരുന്നത്. നിങ്ങൾ ഡൗൺ ടു എർത്തായിട്ടിരുന്നാൽ ഒരു കുഴപ്പവുമില്ല. ഒരിക്കലും ഷോർട്ട് കട്ട് ഒരിക്കലും സ്വന്തമാക്കരുത്. നേരായ വഴിയിൽ കൂടെ പോവുക. എന്ത് ഗിഫ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും അതിനെ ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പോകരുത്.
ഇവിടെ നിങ്ങൾക്ക് മാരേജിന് വേണ്ടി എന്തെങ്കിലും ഓഫർ വരികയാണ് ഒരു വ്യക്തിയിൽ നിന്ന്. പക്ഷേ നിങ്ങൾക്ക് ആദ്യമൊക്കെ പേടിയാണ് ഈ വ്യക്തി എങ്ങനെയുള്ള ആളായിരിക്കുമെന്ന് ആലോചിച്ച്. പക്ഷേ മുന്നോട്ട് പോകെ പോകെ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ചേരുന്ന ആളാണോ അല്ലയോ എന്ന്. ഇത് ഈ ഒരു സമയത്ത് എന്ത് അവസരം വന്നാലും ഈശ്വരന് വിട്ടുകൊടുത്തിട്ട് ആ ഒരു അവസരത്തെ സ്വീകരിച്ച് മുന്നോട്ട് പോവുക നിങ്ങൾ. പിന്നെ എന്ത് ഓപ്പർച്യൂണിറ്റി വന്നാലും അതിനെ ആഴത്തിൽ നിങ്ങൾ പരിശോധിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഈ ഓപ്പർച്യൂണിറ്റി നല്ലതാണോ അല്ലയോ എന്ന് ഒന്നുകൂടെ ആഴത്തിൽ ഒന്ന് വിശകലനം ചെയ്യുക നിങ്ങൾ. ഭഗവാൻ കൃഷ്ണൻ നിങ്ങളോട് പറയുന്നത് 8 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തോ മായിട്ടുള്ള വാർത്ത കേൾക്കാൻ സാധിക്കുമെന്നാണ്. ഇവിടെ ഏതെങ്കിലും ഒരു വ്യക്തി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ട് എങ്കിൽ ഈ ഒരു വ്യക്തി എനിക്ക് വേണ്ടി നല്ലതാണോ എന്നുള്ള കാര്യത്തിൽ ഉള്ള ആ ഒരു സംശയം നിങ്ങൾക്ക് 8 ദിവസത്തിനുള്ളിൽ ആ വ്യക്തി റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു കൺഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ വളരെ ധർമ്മസങ്കടത്തിലാണ് ഇപ്പോൾ ഉള്ളത് എങ്കിൽ 5 പ്രാവശ്യം അല്ലെങ്കിൽ 7 പ്രാവശ്യം അല്ലെങ്കിൽ 9 പ്രാവശ്യം ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം പറയുക. ഇങ്ങനെ നിങ്ങൾ മന്ത്രം പറയുന്നത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കാര്യത്തിൻ്റെ ക്ലാരിറ്റിയാണോ വേണ്ടത് ആ ഒരു ക്ലാരിറ്റി ലഭിക്കുക തന്നെ ചെയ്യുന്നതാണ്. ചില ആൾക്കാർ നിങ്ങളെ ചുമ്മാ ചതിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾ ഭഗവാനെ വിളിക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് നിങ്ങളെ ഒരിക്കലും ചതിക്കാൻ സാധിക്കത്തില്ല. കൂടാതെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് സുരക്ഷ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ജോബിൻ്റെ ആ ഒരു ഇൻ്റർവ്യൂ നിങ്ങൾ ചെയ്തു വച്ചിട്ടുണ്ട് എങ്കിൽ ജോബ് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ആ ഒരു ജോയിനിങ്ങിൻ്റെ ഓഫർ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ എന്തെങ്കിലും ഒരു പ്രശ്നം ആ ഒരു പ്രശ്നത്തിന് ഒരു കോൾ വന്നെങ്കിലെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ള പ്രശ്നത്തിനും ഒരു കോൾ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ലൈഫ് വളരെ നല്ലതായിട്ടും പെട്ടെന്നും മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. സമയം നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വളരെ പെട്ടെന്ന് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുന്നു. പെട്ടെന്ന് ഒരു മിത്രം നിങ്ങളെ വിളിച്ച് പറയാണ് എവിടെയെങ്കിലും നമുക്ക് കറങ്ങിയിട്ട് വരാമെന്ന്. പെട്ടെന്ന് നിങ്ങൾ അങ്ങനെ കറങ്ങാൻ പോകുന്നതായിട്ട് അങ്ങനെയും ഓഫർ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഒരു സമയത്ത് നിന്ന് മറ്റൊരു സമയത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തോ നല്ലത് സംഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു ട്രാവൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരുമിച്ച് ഒത്തിരി ജോലികൾ നിങ്ങൾ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് വന്നു കഴിഞ്ഞു. അതായത് നിങ്ങൾക്ക് ജോബ് കിട്ടി, നിങ്ങളുടെ ലൈഫിൽ സന്തോഷം വന്നു, എല്ലാം ബാലൻസായി കഴിഞ്ഞു. ഇനി നിങ്ങളെ ദ്രോഹിച്ച ആൾക്കാരെ നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ ഒരിക്കലും അവരോട് ഒരു മോശം രീതിയിലുള്ള സംസാരവും നിങ്ങൾ പറയാൻ പാടില്ല. ഇങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് റിലീസ് ചെയ്യുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇവിടെ ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ നിങ്ങൾ 2 കാര്യം പറഞ്ഞ് സമാധാനിക്കുക. അതായത് അവരുടെ ആ ഒരു കർമ്മത്തിൻ്റെ ഫലം അവർക്ക് ലഭിച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ നിങ്ങളത് കണ്ടിട്ടുണ്ടാവത്തില്ലായിരിക്കാം. കണ്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരുടെ കർമ്മത്തിൻ്റെ ഫലം അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് വിശ്വാസത്തിൽ നിങ്ങൾ സമാധാനിക്കുക. ഇല്ല എങ്കിൽ നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും ഈ വ്യക്തിയോടുള്ള എല്ലാ ദേഷ്യവും എല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ സറണ്ടർ ചെയ്യുക. അല്ലാതെ എന്നോട് അവർ ചെയ്തതിന് പകരം ചെയ്യണം അങ്ങനൊരു ഭാവം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല നിങ്ങൾക്ക്. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും അന്യായം ആരുടെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ മുമ്പിൽ നിങ്ങളുടെ വിഷമം സറണ്ടർ ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ന്യായം ലഭിക്കുക തന്നെ ചെയ്യുന്നതാണ്. കുട്ടികളായിരുന്നപ്പോൾ നമ്മൾ ആരെങ്കിലും വിഷമിപ്പിച്ചാൽ നമ്മൾ വീട്ടിൽ പോന്ന് പറയും, അല്ലെങ്കിൽ ടീച്ചറിനോടോ സാറിനോടോ കംപ്ലയിൻറ്റ് ചെയ്യും. അതേപോലെയാണ് ഇപ്പോൾ വലുതായപ്പോഴും നമ്മുടെ ആ ഒരു വിഷമങ്ങൾ നമുക്ക് പറയാൻ നമ്മുടെ ഈശ്വരൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ ആ ഒരു വിഷമങ്ങൾ ഈശ്വരന് മുന്നിൽ സറണ്ടർ ചെയ്യുക. നമ്മൾ ആരൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടോ അവരുടെ മേൽ ഇനി വീണ്ടും ഒരിക്കലും വിശ്വാസം വയ്ക്കരുത്. ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മുടെ ലൈഫിൽ നമ്മൾ റിലീസ് ചെയ്ത് കളയുക. നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ് സംഭവിക്കുന്നത് എന്ന് വിശ്വസിക്കുക നമ്മൾ. എന്താണോ നിങ്ങളുടെ ടാർഗറ്റ് അതിൽ നിങ്ങളുടെ കോൺഫിഡൻസും എല്ലാം ഫിക്സാക്കി വെക്കണം. അതായത് എനിക്ക് ആ ഒരു ടാർഗറ്റിൽ എത്തണം, അതിനുവേണ്ടി ഏതറ്റം വരെ പോകാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ആ ഒരു ടാർഗറ്റിൽ നിങ്ങൾ എപ്പോഴും ഫിക്സായിട്ടിരിക്കണം. അതായത് എനിക്കിത് വേണം എന്നുള്ള രീതിയിൽ വാശിയോടെ മുന്നോട്ട് പോകണം. ഇവിടെ ഇപ്പോൾ ദൈവം നിങ്ങളുടെ ആ ഒരു കർമ്മത്തിൽ വളരെ പ്രസന്നനായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചോദിച്ചാലും ദൈവം തരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളോട്. ആദ്യമായിട്ടായിരിക്കും ഭാഗ്യത്തിൻ്റെ ഇത്രയും നല്ലൊരു സപ്പോർട്ട് നിങ്ങൾക്കിനി കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ മനോകാമനകൾ എന്തൊക്കെയാണോ അതെല്ലാം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ പൂർത്തിയാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു.
വളരെ മുന്നത്തെ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അതും പൂർത്തിയാകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഡ്രീം ലൈഫ് ജീവിക്കുക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങൾ എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് ഞാൻ പറയാം. 2 വ്യക്തികൾ കരയുന്നു. 2 വ്യക്തികൾ കരയുമ്പോൾ അത് ഒരാൾ നിങ്ങളായിരിക്കാം, ഒന്ന് വേറൊരാളായിരിക്കാം. അത് ചിലപ്പോൾ നിങ്ങളുടെ സ്വന്തം ആളായിരിക്കാം, അല്ലെങ്കിൽ അറിഞ്ഞൂടാത്ത ആളായിരിക്കാം. പക്ഷേ നിങ്ങൾ അവരെ കരച്ചിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അവരെ ചിലപ്പോൾ സാന്ത്വനിപ്പിക്കാൻ തോന്നും. നിങ്ങളുടെ ആ ഒരു വിഷമം നിങ്ങൾ മാറ്റിവെച്ചിട്ട് കൂടെയുള്ള വ്യക്തിയെ സാന്ത്വനിപ്പിക്കാൻ തോന്നും. അതാണ് നിങ്ങളുടെ ആ ഒരു ഭാവമെന്ന് പറയുന്നത്. അതായത് എൻ്റെ വിഷമം അവിടെ ഇരിക്കട്ടെ, കൂടെയുള്ള ആളുടെ വിഷമം മാറ്റാം, അങ്ങനെ ചിന്തിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ആ ഒരു വിഷമങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികളെ ദൈവത്തിന് ഒത്തിരി ഇഷ്ടമാണ്. ഇങ്ങനെയുള്ള കുട്ടികളുടെ മേൽ ഉറപ്പായിട്ടും ദൈവം ന്യായം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഞാൻ ഈ കുട്ടികളെന്ന് പറഞ്ഞത് നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മുന്നിൽ കുട്ടികളാണ്, അതുദ്ദേശിച്ച് പറഞ്ഞതാണ്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ പിറകിൽ ന്യായം സംഭവിക്കുന്നുണ്ട്. വളരെ ശാന്തിപൂർണമായിട്ടുള്ള ഒരു ന്യായമാണ് നടക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ ഈശോൻ്റെ ന്യായം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മേൽ. ഇവിടെ ഈ ഒരു ന്യായം പൂർണ്ണമായും സംഭവിച്ച് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ന്യൂസ് കിട്ടുന്നത് നിങ്ങളുടെ കൂടെ ന്യായം സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ. ഇവിടെ നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് ഈ ഒരു ന്യായം സംഭവിക്കാത്തത് കാരണം. ഇടയ്ക്കിടയ്ക്ക് ദൈവത്തിനോട് ദേഷ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നും ഇനി വേണ്ട, നിങ്ങളുടെ മേൽ ന്യായം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈശോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ എല്ലാ സന്തോഷത്തിൻ്റെയും എല്ലാ വേദനയുടെയും ആ ഒരു അറിവ് ദൈവത്തിനുണ്ട് എന്നാണ്. നിങ്ങൾ അതുകൊണ്ട് ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ കൂടെ ന്യായം സംഭവിക്കുക തന്നെ ചെയ്യും. ന്യായം റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ന്യൂസ് വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം പൂർണ്ണമാകുകയും ചെയ്യുന്നതാണ്. ഇവിടെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ പേടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സന്തോഷം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഭാഗ്യത്തിൽ ആ ഒരു സന്തോഷമുണ്ട്. സമയമാകുമ്പോൾ ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് എപ്പോഴാണോ വിഷമം ഉണ്ടായത് അതിൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു സന്തോഷവും ലഭിച്ചതായിട്ടാണ് ഈശ്വരൻ പറയുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ദുഃഖവും അതിലേക്ക് വേണ്ടിയുള്ള ആ ഒരു ആശ്വാസവും രണ്ടും ഒരുമിച്ചാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ചലഞ്ചേഴ്സിനെ അവസാനിപ്പിക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സന്തോഷത്തിൻ്റെ കാരണം ഇതാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ ചലഞ്ചേഴ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരു സമാധാനവും ശാന്തിയുമാണ്. ആ ഒരു സമാധാനവും ശാന്തിയും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കുക തന്നെ ചെയ്യും. ഇവിടെ നല്ല ഒരു സോളാണ് നിങ്ങൾ എന്നാണ് ഈശ്വരൻ പറയുന്നത്. നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ കർത്തവ്യങ്ങൾ നല്ല രീതിയിൽ നിറവേറ്റിയിട്ടാണ് നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ സേവ എന്താണോ അത് ചെയ്യുകയാണ് മറ്റുള്ളവർക്ക് വേണ്ടി. അതിനുശേഷമാണ് നിങ്ങൾക്ക് ന്യായം ലഭിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണോ മറ്റുള്ളവർക്ക് വേണ്ടി നിസ്വാർത്ഥ ഭാവത്തോടെ ചെയ്യുന്നത് അത് ദൈവം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ മേൽ ന്യായം നല്ല രീതിയിൽ സംഭവിക്കുന്നത്. ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നും, നിങ്ങളുടെ കാര്യങ്ങൾ ആരും നോക്കുന്നില്ല, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നുണ്ട്, ദൈവം എന്താ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാത്തത്, ഞാൻ ആഗ്രഹിക്കും പോലെ ഒരു മാറ്റം എന്താ എൻ്റെ ലൈഫിൽ ഉണ്ടാക്കാത്തത് എന്ന് നിങ്ങൾ പലപ്പോഴും ആലോചിച്ച് വിഷമിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇനി നിങ്ങൾക്ക് പല കാര്യങ്ങളും കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് ഹീലിംഗ് ലഭിക്കുന്നതാണ്. പേരും പ്രശസ്തിയും സപ്പോർട്ടും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ സാധാരണ ഒരു വ്യക്തിയല്ല. നിങ്ങൾക്ക് എന്തൊക്കെയോ കർത്തവ്യങ്ങളും എന്തൊക്കെയോ ലക്ഷ്യങ്ങളുമുണ്ട്. അത് ചെയ്തു തീർക്കാനാണ് ഈ ഭൂമിയിൽ നിങ്ങൾ വന്നേക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അതിനെ മറ്റുള്ളവർ കോപ്പി ചെയ്യുന്നു. അതെന്തുകൊണ്ടാണ്? നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ എന്തോ ഒരു കഴിവുണ്ട്. അതുകൊണ്ടാണ് മറ്റുള്ളവർ നിങ്ങളെ കോപ്പി ചെയ്യുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഒരു വസ്ത്രം ധരിച്ചാൽ പോലും അത് ആൾക്കാർ നോട്ടീസ് ചെയ്തിട്ട് അതേപോലത്തെ വസ്ത്രം അവർ വാങ്ങിച്ച് ധരിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങളുടെ ആഹാരം കഴിക്കുന്ന രീതി, നിങ്ങളുടെ സംസാര രീതി, നിങ്ങളുടെ സ്വഭാവം അതെല്ലാം നോക്കിയിട്ടും ആൾക്കാരിൽ ഒരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജസ്റ്റിസ് സംഭവിക്കുക തന്നെ ചെയ്യുന്നതാണ്. കാരണം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് എപ്പോഴും ചിന്തിച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഈശ്വരൻ ഉറപ്പായിട്ടും ചിന്തിക്കുന്നതാണ്. നിങ്ങൾ ഡിസർവ് ചെയ്യുന്ന ആ ഒരു സന്തോഷം ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യുന്നതാണ്.
അപ്പോൾ ആരാണോ നിങ്ങളെ ദുഃഖിപ്പിച്ചത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ ന്യായം സംഭവിക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങളുടെ ആ ഒരു ലോകം തന്നെ മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്ത് ഓപ്പർച്യൂണിറ്റീസ് വന്നാലും നിങ്ങൾ ആദ്യം വിചാരിക്കും ഇത് ചെറുതല്ലേ എന്ന്. പക്ഷെ അങ്ങനെ ചെറുതായിട്ട് അതിനെ കാണരുത്. വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് എന്ന് തന്നെ കണ്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യുക നിങ്ങൾ. ഇവിടെ നിങ്ങളെ ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു അവസരമാണ് ഈ വരുന്ന അവസരം എന്നാണ് ഈശ്വരൻ പറയുന്നത്. കൂടാതെ നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ആക്കാൻ പറ്റിയൊരു അവസരമാണ് ഇത്. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട് എങ്കിൽ വേറെ ഏതെങ്കിലും ഭാഷയിൽ നിന്ന് ആ ഒരു കൺഫ്യൂഷനുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചിലപ്പോൾ നമ്മുടെ ഭാഷയായിരിക്കത്തില്ല, വേറെ ഏതെങ്കിലും ഭാഷയിലുള്ള വീഡിയോ കാണുമ്പോഴോ നിങ്ങൾക്ക് നിങ്ങളുടെ കൺഫ്യൂഷനുള്ള ഒരു ഉത്തരം ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് റീഡിങ്ങിൽ വന്നിരിക്കുന്നത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ഒരു മെസ്സേജായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.